Hello guys, good morning. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ഉണ്ട്, കോംപ്ലിമെൻ്ററി. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബോറായിരുന്നു, ഫുഡ് കൊള്ളാതില്ലായിരുന്നു. ഈ കാണുന്ന ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആകെ ഇഷ്ടപ്പെട്ടത് ഈ ഫ്രൂട്ട്സാണ്. തണ്ണിമത്തനും പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് റിസപ്ഷൻ്റെ ഷോപ്പിങ്ങിനാണ്, നമ്മൾ അതിന് ഇറങ്ങാൻ പോവുകയാണ്. എനിക്ക് പനി ഓടിച്ചു, ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ. ഓക്കെ, ഞാൻ ശരിക്കും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു എല്ലാവരും എത്തുമ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ളത്. പക്ഷെ എല്ലാം ചീറ്റിപ്പോയി. ഐ എം വെരി സോറി. ഭയങ്കര ഇമോഷണൽ ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ ആ കാണുന്ന എൻ്റെ കുസുവിൻ്റെ പപ്പ. ഭയങ്കര കോമഡിയാണ് പുള്ളിക്കാരൻ, ഒന്നും പറയുന്നില്ല. ഭയങ്കര ജോളിയാണ്, കമ്പനി കൂടാൻ പറ്റിയ മനുഷ്യൻ. നിങ്ങളൊക്കെ വണ്ണം വെച്ചിരിക്കുന്നു എല്ലാരും, ഗുണ്ടുപണിയായി. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ദിനേശ് ഏട്ടൻ. ഇവനേതാടാ, ഒരു സംഭവമായില്ല. ഗൈസ്, ഞങ്ങൾ ജാൻമണി ദാസിൻ്റെ അടുത്ത് പോവുകയാണ്. റിസപ്ഷൻ ദിവസം കുസുവിന് മേക്കപ്പ് ചെയ്യുന്നത് ജാൻമണി ദാസാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഗൈസ്, ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ജാൻമണി കാണാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല. ഞാൻ ഫോട്ടോ എന്തെങ്കിലും എടുത്ത് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ജാൻമണിയെ കണ്ടു. ഷീ സോ സ്വീറ്റ്. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഇവിടെ ആഡ് ചെയ്യാം. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പോവാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അരിപ്പയിൽ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുസു ഉണ്ട്. അതാണ് കുസു. അച്ഛനെന്തോ അരിപ്പയിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പോകുന്നത്? ഊണ് കിട്ടത്തില്ലായിരിക്കും, സമയം 3 മണിയായി. ബിരിയാണി ആയിരിക്കും, ബിരിയാണി. അമ്മ എന്താ ഓർഡർ ചെയ്യുന്നത്? ബിരിയാണി ഹെവിയാണെന്നാണ് ഗൈസ് പറയുന്നത്. ഇതാണ് പ്രേക്ഷകർ, ഇതിനകത്ത് ഫുൾ പ്രേക്ഷകരാ. അങ്ങോട്ടിരിക്കാം. ഗൈസ്, ഞങ്ങളിപ്പോൾ MG റോഡിലെ അരിപ്പയിലാണ്. MG റോഡിൽ അരിപ്പയിലാണെന്ന്. അരിപ്പ റെസ്റ്റോറൻറ്റിലാണ് മിക്കവാറും ബിരിയാണി കഴിക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇന്ന് മരുന്ന് കഴിച്ചായിരുന്നോ പപ്പ? കഴിച്ചതായിട്ട് തോന്നുന്നില്ല എനിക്ക്. നല്ല ഇളക്കമുണ്ട്. അത് ട്രാൻസ്മിറ്റർ, മൈക്കിന്റെ ട്രാൻസ്മിറ്ററാണ്. നിങ്ങൾ പറയൂ, ഞാൻ ബിരിയാണി കഴിക്കണോ പൊറോട്ടയും ബീഫും കഴിക്കണോ? ഞാൻ ചോദിച്ചേ പ്രേക്ഷകരെ നിങ്ങൾ പറയൂ, ഞാൻ ചിക്കൻ ബിരിയാണി കഴിക്കണോ ബീഫ് ബിരിയാണി കഴിക്കണോ? നീ വല്ലതും കഴിച്ചിട്ട് എനിക്ക് പോടാ. ഞാൻ സ്വയം പറയുക. ഗൈസ്, ഇതാണ് അരിപ്പയുടെ മെനു.
ഗൈസ് ഇവിടെ ബിരിയാണിയും ഇല്ല ഊണും ഇല്ല. അവസാനം പൊറോട്ടയും ബീഫും പറഞ്ഞു. ശരിയാ, തങ്കമണിയല്ല ജാൻമണി. കുസു എല്ലും കപ്പയാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛനും അമ്മയും കപ്പയും മീൻകറിയും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങി. ഞങ്ങൾ ആദ്യമേ കോസ്കി കയറി. കോസ്കി എന്നാണോ പറയുന്നത് അറിയത്തില്ല. ഈ ഷോപ്പിൽ കയറി. അങ്ങനെ അങ്ങോട്ട് സെലക്ഷൻസ് അധികം ഇഷ്ടപ്പെട്ടില്ല സത്യസന്ധമായി പറഞ്ഞാൽ. ഈ ഷോപ്പിൽ എന്തോ ഒരു അട്രാക്റ്റീവായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കുറേ തിളക്കവും മിനുക്കൊക്കെ ഉണ്ട്. പിന്നെ മെയിൻ ഇഷ്യൂ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫിന് അവർക്ക് അവിടുത്തെ ഡ്രസ്സ് വിൽക്കണം എന്ന് ആഗ്രഹമേ ഇല്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ജയലക്ഷ്മിയിലെത്തി. ജയലക്ഷ്മി ഞങ്ങൾ രണ്ടുപേരും കാനഡയിൽ വെച്ച് തന്നെ ബ്രൗസ് ചെയ്ത് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന കളേഴ്സാണ്. കുസുവിന് ഗോൾഡ് ഷെയ്ഡും എനിക്ക് റോയൽ ബ്ലൂ. അത് തപ്പിയുള്ള നടത്തിയാണ് ഈ കാണുന്നത്. അങ്ങനെ അത്രയും ഞങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത ഡ്രസ്സാണിത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നോക്കി നടന്നൊരു ഷെയ്ഡുമാണ്. അങ്ങനെ കുസുവിനുള്ള ഡ്രസ്സ് കിട്ടി. എനിക്ക് മെൻ സെക്ഷൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങൾ മാന്യവറിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ തൊട്ടപ്പുറത്തെ മാന്യവർ നടന്നു പോവാം. ജയലക്ഷ്മിയുടെ ഈ എൻട്രൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടല്ലേ ലൈറ്റൊക്കെ വന്നപ്പോൾ. എത്ര നാളത്തെ ഇതിന്റെ കൂട്ടം ഇന്നിപ്പം 16. ഗൈസ് അങ്ങനെ മാന്യവർന്ന് റിസപ്ഷനുള്ള ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. താങ്ക് യു.
അപ്പോൾ ചെറിയ വ്ളോഗായിരുന്നു. കുസുവിൻ്റെ ഡ്രസ്സ് എടുക്കുന്നതൊന്നും ഞാൻ അധികം കാണിച്ചിട്ടില്ല. ഇന്ന് ഇത്രയേ ഉള്ളൂ പരിപാടിയൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാവരും പറയുന്നത് പോലെ തന്നെ പ്ലീസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഹാവ് എ ഗുഡ് നൈറ്റ്.